നമസ്കാരം, ഞാൻ ഡോക്ടർ ശബരിനാഥ്, സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ്. നമ്മളുടെ ശരീരത്തിൽ വൃക്കകൾ എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത്? വൃക്കകളുടെ പ്രവർത്തന മാന്ദ്യം കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നു എന്നതിനെപ്പറ്റി നമുക്കിന്ന് ചിന്തിക്കാം. നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ വിഷവസ്തുക്കൾ വെളിയിലേക്ക് വിസർജനം ചെയ്യുന്ന പ്രധാനപ്പെട്ട അവയവങ്ങളാണ് കിഡ്നി അഥവാ വൃക്കകൾ. നമ്മുടെ ശരീരത്തിൽ 2 വൃക്കകളുണ്ട്. ശരീരത്തിൻ്റെ 2 ഭാഗങ്ങളിലുമായി ഓരോ വൃക്കകളുണ്ട്. അങ്ങനെ 2 വൃക്കകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇവ നമ്മുടെ ശരീരത്തിലുള്ള വിഷവസ്തുക്കളെ വെളിയിലേക്ക് ഉന്മൂലനം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട അവയവം കൂടിയാണ് വൃക്കകൾ അഥവാ കിഡ്നീസ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ആസിഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ സന്തുലിതാവസ്ഥയെയും നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട അവയവമാണ് വൃക്കകൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വൃക്കകൾ പ്രവർത്തനരാഹിത്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഈ വിഷവസ്തുക്കൾ ശരീരത്തിൽ ധാരാളമായി അടിഞ്ഞുകൂടുകയും അതുപോലെ തന്നെ വെള്ളം നമ്മുടെ ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടുകയും ആസിഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും. തന്മൂലം രോഗിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. വെള്ളം ശരീരത്തിൽ അമിതമായി കൂടുമ്പോൾ ശരീരത്തിൽ ആസകലം നീര് വരാനുള്ള സാധ്യതയുണ്ട്. വിഷവസ്തുക്കൾ ശരീരത്തിൽ കൂടിയാൽ എന്ത് സംഭവിക്കും? ശരീരത്തിന് അമിതമായ ക്ഷീണമുണ്ടാവാം, അമിതമായ ഛർദി ഉണ്ടാവാം. രോഗിയുടെ യൂറിയ പോലെയുള്ള വിഷവസ്തുക്കൾ കൂടിയാൽ രോഗിയുടെ മാനസിക നിലയിലും പ്രധാനപ്പെട്ട ബോധം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തെന്ന് വരാം. ആ സമയത്താണ് നമ്മൾ ശരിക്കും ഡയാലിസിസ് പോലെയുള്ള ചികിത്സയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെ ശരീരത്തിലെ ആസിഡിൻ്റെ അളവ് കൂടിയാൽ മറ്റെല്ലാ അവയവങ്ങളെയും, ഹൃദയം, നമ്മളുടെ എല്ലുകൾ, എല്ലാ അവയവങ്ങൾക്കും അത് പ്രതികൂല സാഹചര്യം ഒരുക്കുകയും അവയെല്ലാം തകരാറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കിഡ്നി കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ കിഡ്നി തകരാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് അവയവങ്ങൾ, ഹൃദയം പോലുള്ള മറ്റ് അവയവങ്ങളും തകരാറിലേക്ക് പോകാനുള്ള സാധ്യത വളരെയേറെയുണ്ട്. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതും അതിനെ സംരക്ഷിക്കേണ്ടതും നമ്മളുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആയതിനാൽ വൃക്കകളുടെ സംരക്ഷണത്തിനായി നമുക്ക് ഏവർക്കും പ്രത്യേകം ശ്രദ്ധ കൊടുക്കാം. നന്ദി.